പൊതുവെ മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോ ഇനി അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴല്ലേ അപ്പൊ നോക്കാം. അല്ലാതെ ഞങ്ങൾ ആരും അത് വല്ലാതെ ചെയ്യില്ല. കോൺഗ്രസിനകത്തെ ഈ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കുന്നില്ലേ? ഇല്ല, ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ളതിലേക്ക് കുറെ ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകളൊക്കെ നടന്ന് അതൊക്കെ സെറ്റിൽ ചെയ്യപ്പെടും. അതല്ലാതെ UDF ബാധിക്കുന്ന തരത്തിലേക്കൊന്നും അത് പോകില്ല. ഇല്ല, അപ്പുറത്തുണ്ട് തല്ലൊരു വശത്ത് മാത്രമല്ല, പൊരിഞ്ഞതല്ല അപ്പുറത്ത്. ഞാനിതുവരെ അത് കേട്ടില്ല. തോക്കാൻ പോൽക്കുന്നവർക്ക് തല്ലാമെന്ന, തോൽക്കാൻ പോകുന്നവരുടെ കുത്തകാവകാശമാണ് തല്ലെന്നും ജയിക്കാൻ പോകുന്നവർ തല്ലാൻ പാടില്ല എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നവർക്ക്. അല്ല, അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പ്രമേയത്തിൽ ഊന്നി കാര്യങ്ങൾ പറയാം. അതാണ് വേണ്ടത്. മുനമ്പം സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്ത ഇനീഷ്യേറ്റീവ്, ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഇനീഷ്യേറ്റീവ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ സമന്വയം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. സർക്കാർ അതിന് സഹായിക്കണം. ആരുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രസ്താവന ഉണ്ടായാലും അത് അനിസ്ലാമികമാണ്. അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തിന് ചേർന്നതല്ല. ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അനിസ്ലാമിക. പിന്നല്ലേ ബാക്കി. അത് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അല്ല, അത് മാപ്പ് പറയേണ്ടത് അള്ളാഹിനോടാണ്, ദൈവത്തോടാണ്. കാരണം വെച്ചാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ മതവിധിയുണ്ട്. അന്യ ഒരു വിശ്വാസിയുടെ വേറൊരു വിശ്വാസിയുടെ മതചിഹ്നങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഉള്ളതാണോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആര് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല. അത് മതവിധിക്ക് എതിരാണ്. അല്ലല്ല, അതൊരു കണ്ടിന്യൂയിങ് കാര്യമാണ്. തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ഓരോരോ വിഷയം നടക്കുമ്പോൾ സമസ്തയും ലീഗും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതൊരു തുടർച്ചയായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പുതുമല്ല. അതൊക്കെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചർച്ചകളാണ്. അത് തുടരില്ല എന്നാരാ പറഞ്ഞേ? അതൊക്കെ ഇനിയും ഉണ്ടാവും. അല്ല, അങ്ങനെ നേതൃത്വം കൊടുത്ത് മറ്റന്നാൾക്ക് ഒരു ചർച്ച നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഇനി ചർച്ച ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ.